ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്നൊരു വാട്ട ഈറ്റിൻ്റെ ആണ് ചെയ്യാൻ പോകുന്നത്. ഞാൻ ഹോസ്റ്റലിൽ നിന്ന് വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഞാൻ രാവിലെ എണീക്കാൻ ലേറ്റായി. അപ്പം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഉപ്പുമാവായിരുന്നു. എനിക്ക് ഉപ്പുമാവ് വലിയ ഇഷ്ടമൊന്നുമല്ല, പക്ഷെ കുറച്ചുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ കഴിക്കാമെന്ന് വിചാരിച്ചേ. സംഭവം കുറച്ചുള്ളുണ്ടാന്ന് തോന്നുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതിപ്പോൾ കുറേ ഉണ്ടായിരുന്നു, ബാക്കി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ കഴിക്കില്ലായിരുന്നു, ഒട്ടും കഴിക്കില്ലായിരുന്നു. പക്ഷെ ഇത് കുറച്ചുള്ള കാരണം എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഹോസ്റ്റലിൽ നിന്ന് വീട്ടിലേക്ക് വരുന്നത് തന്നെ ഫുഡ് കഴിക്കാനാണ്. അപ്പോൾ അതൊക്കെ കഴിച്ചതിന് ശേഷം ഞാൻ 2 കാഷ്യൂനട്ട് എടുത്ത് കഴിച്ചു. 2 എന്നല്ല, ബാക്കി പിന്നാലെ പോയി എടുത്ത് കഴിച്ചിട്ടുണ്ട് ഞാൻ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞാൻ കഞ്ഞി കുടിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അമ്മ എനിക്ക് ഇഷ്ടപ്പെട്ട ഫേവറേറ്റ് കറിയാണ് എൻ്റെ കൂർക്ക ഉപ്പേരി. അപ്പോൾ അമ്മ അത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കഞ്ഞിയൊക്കെ എടുത്ത് അതിലേക്ക് ഇട്ട് കഴിക്കാമെന്ന് വിചാരിച്ച്. ഞാൻ ശരിക്കും എല്ലാത്തിനെയും കറി എന്ന് പറയാം. സംഭവം ചിലതിന് ഉപ്പേരി തോരൻ എന്നൊക്കെ പറയില്ലേ, ഞാൻ എല്ലാത്തിനെയും കറി എന്ന് പറയാം. പിന്നെ ഞാൻ കുറച്ച് ഉപ്പിലിട്ട് ലൂപിക്കും, പിന്നെ പരിപ്പ് കറി ഉണ്ടായിരുന്നു, അത് ഒഴിച്ച് കഞ്ഞി കുടിച്ച്. പിന്നെ ഞാനിതാ കൊണ്ടിട്ട മുളക് കണ്ടേ, അപ്പോൾ അതെടുത്ത് വെച്ചേ. പിന്നെ അമ്മ എനിക്ക് കുഞ്ഞു പണികൾ തന്നിട്ടുണ്ടായിരുന്നേ, അപ്പോൾ അതൊക്കെ ഞാൻ ചെയ്തു കൊടുത്തു. പിന്നെ അമ്മ എന്നോട് ചിക്കൻ കറി ഉണ്ടാക്കാൻ പറഞ്ഞേ. അപ്പോൾ എനിക്കാണെങ്കിൽ ഫ്രൈ ചെയ്തിട്ട് ഉണ്ടാക്കുന്നതാണ് ഇഷ്ടം. പിന്നെ ഞാൻ മസാല സംഭവങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ എനിക്ക് ഇഷ്ടമുള്ള രീതിയിലിടാം, ഞാനൊരു കണക്ക് വെച്ചിട്ടൊന്നുമല്ല ഇടാം. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു രീതിയിൽ ഉണ്ടാക്കിയൊരു കറിയാണ്, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതേ ഒരു പാൻ വെച്ച് എണ്ണ ചൂടാക്കാം, എന്നിട്ട് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ഫസ്റ്റ് തന്നെ ചെയ്യേണ്ടത്. അപ്പോൾ ചിക്കൻ ഞാൻ അതിൽ കുളനത്ര എടുത്ത് വളർത്തി. അപ്പോൾ ചിക്കനൊക്കെ ഞാൻ അടക്കി പറക്കി വെച്ച് അത് വേവാനായിട്ട് വെച്ചു. അപ്പോൾ ഇതൊന്ന് ഫ്രൈ ആയി വരുന്ന ടൈം കൊണ്ട് നമുക്ക് വെജിറ്റബിൾസൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതിന് പ്രത്യേകിച്ച് അധികമൊന്നുമില്ല, ജസ്റ്റ് സബോളയും പിന്നെ തക്കാളിയൊക്കെയാണ് എടുക്കുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഈ കറിവേപ്പില ഇങ്ങനെ കുഞ്ഞായിട്ട് കട്ട് ചെയ്ത് വെച്ച്, പിന്നെ കുറച്ച് 2 തണ്ട് ഞാൻ മാറ്റി വെച്ചു ഡെക്കറേഷൻ അങ്ങനെ ചെയ്യാമെന്ന് വെച്ചിട്ട്. പിന്നെ ഞാൻ ഒരു പച്ചമുളക് എടുത്തിട്ടും അതേപോലെ തന്നെ ചെറുതായി കട്ട് ചെയ്തിട്ട് ഈ ചെറുതായിട്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഇടയ്ക്ക് കടിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ കടിക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഫുള്ള് ഇങ്ങനെ എല്ലാതും, ഇപ്പോൾ വെളുത്തുള്ളി ആയാലും അതുപോലെ തന്നെ ഇഞ്ചി ആയാലും ഞാൻ ഫുൾ കുഞ്ഞായിട്ട് അരിഞ്ഞിട്ടുള്ളൂ. ഇഞ്ചി വലുതാക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ എടുത്ത് കളയും, പക്ഷെ ചെറുതായിട്ടാണെങ്കിൽ അത് കഴിച്ചോളൂ. അപ്പോൾ ഇത്രയൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ചിക്കനൊന്ന് മറിച്ചിട്ടേക്കാം, അല്ലെങ്കിൽ ഞാൻ കരിഞ്ഞു കൊണ്ടെന്ന് വെച്ചിട്ട്. ആ സൈഡ് ആയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, എന്നാലും ഞാൻ എല്ലാം മറിച്ചിട്ട് കൊടുത്തു. പിന്നെ വീണ്ടും കട്ടിങ് പരിപാടി തന്നെ വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തിട്ടു. അതിങ്ങനെ നീളത്തിൽ ഇങ്ങനെ കട്ട് ചെയ്തിട്ടു. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, വെളുത്തുള്ളി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ വെളുത്തുള്ളിയൊക്കെ ഇങ്ങനെ ചുട്ട് കഴിക്കാനും പിന്നെ വെളുത്തുള്ളി അച്ചാറൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. അപ്പോൾ എനിക്ക് വെളുത്തുള്ളി ചിക്കനിലോട്ടുണ്ട് ഭയങ്കര ഇഷ്ടം. ഇതിങ്ങനെ ഫ്രൈ ചെയ്യുമ്പോഴൊക്കെ നല്ല രസമാണ് കടിക്കാനായിട്ട്. പിന്നെ ഞാൻ കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ടായിരുന്നു, അതിങ്ങനെ റൗണ്ട് ഷേപ്പ് ആക്കിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട്. പിന്നെ ഓൾറെഡി കുറച്ച് ചിക്കനല്ലേ ഉള്ളൂ, അപ്പോൾ ഞാൻ ഒരു ഒനിയനെ എടുത്തിട്ടുള്ളൂ. പിന്നെ നമുക്ക് ഉള്ളി ഉണ്ടല്ലോ, അപ്പോൾ അത്ര മതി. അപ്പോൾ ഞാനിങ്ങനെ ക്യൂബ് പോലെയാണ് അരിഞ്ഞിട്ടിരിക്കുന്നത്, ക്യൂബായിട്ട്. പിന്നെ ഒരു ടൊമാറ്റോ എടുത്തിട്ട്, ഒരു വലിയ ടൊമാറ്റോ ആയിരുന്നു, അതെടുത്തിട്ട് അതിൻ്റെ പകുതി ഞാൻ എന്ത് ചെയ്തു കട്ട് ചെയ്തിട്ട് മിക്സിയിലിട്ട് കൊടുത്ത് അത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്, ഒരു ടൊമാറ്റോ സോസ് പോലെ ആക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ എന്ത് ചെയ്തു, ബാക്കിയുള്ള ടൊമാറ്റോ ഞാൻ കുഞ്ഞു കട്ട് ചെയ്തിട്ട് എന്നിട്ട് മിക്സിയിലിട്ട് വെച്ചിരിക്കുന്ന മറ്റേ ടൊമാറ്റോയിലേക്ക് കുറച്ച് ഷുഗറും കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഞാൻ ക്രഷ് ചെയ്തെടുത്തു. പിന്നെ ഓൾറെഡി അതിൽ എരിവുണ്ട്, അത് ഓൾറെഡി മറ്റേ കുത്തുമുളക് അടിച്ചിട്ട് വെച്ചിരുന്ന മിക്സി ആയിരുന്നു, അപ്പോൾ ഞാൻ വാഷ് ചെയ്യാണ്ട് തന്നെ അതിൽ ചെയ്തത്. അപ്പോൾ ചിക്കൻ മുരിഞ്ഞു വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ടൊമാറ്റോ മിക്സിയിലിട്ട് അടിച്ചത് ഇതേപോലെ ഒരു പരിവായിട്ടാണ് കിട്ടിയിരിക്കുന്നത്. പിന്നെ ഈ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എല്ലാതും. അപ്പോൾ നമുക്ക് അത്യാവശ്യം പെട്ടെന്ന് ഉണ്ടാക്കാൻ നമുക്ക് പറ്റും. അമ്മയാണെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കുന്നതിനൊപ്പം തന്നെ കട്ട് ചെയ്തെല്ലാം സംഭവം ചെയ്താണ്, പക്ഷേ ഞാനാണെന്നുണ്ടെങ്കിൽ സംഭവം കരിഞ്ഞു പോകും, ബാക്കി അരിഞ്ഞ് വരുമ്പോഴേക്കിനും. ഞാൻ ഓൾറെഡി എല്ലാം അരിഞ്ഞിട്ടതിന് ശേഷം ചെയ്യാറുള്ളൂ. അപ്പോൾ നമുക്ക് ചിക്കൻ വറുത്തത് ഇങ്ങനെ മാറ്റി വയ്ക്കുക വേറെ പാത്രത്തിലേക്ക്. എന്നിട്ട് നമ്മൾ ഈ മിക്സ് ഒന്ന് ഇങ്ങനെ സോട്ട് ചെയ്തെടുത്തിട്ടാണ് ലാസ്റ്റ് ഈ ചിക്കൻ അതിലേക്ക് ഇടാൻ പോകുന്നത് കേട്ടോ. ഇത്ര ചിക്കനാണ് ഞാൻ വറുത്തെടുത്തിരിക്കുന്നത്. അപ്പോൾ അതേ ചിക്കൻ വറുത്ത എണ്ണയിൽ തന്നെയാണ് ബാക്കി നമ്മൾ ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതിലേക്ക് കറിവേപ്പിലും പിന്നെ പച്ചമുളക് അരിഞ്ഞിട്ടും ഇട്ട് നന്നായി വഴച്ചെടുത്തു. അതിലേക്ക് മറ്റേ ഇഞ്ചിയും ആഡ് ചെയ്തിട്ട് നന്നായി മിക്സ് ആക്കി, പിന്നെ വെളുത്തുള്ളി ആഡ് ചെയ്തു. എന്നിട്ട് എല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തേ. അപ്പോൾ ഒന്ന് നന്നായി മിക്സ് ആയതിനു ശേഷം ഒനിയനാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അരിഞ്ഞു വെച്ചത് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇത് നന്നായിട്ടൊന്ന് ആവാൻ വേണ്ടി നമുക്ക് അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് വേഗം ഒന്ന് വെന്ത് കിട്ടും. ഞാൻ അതിലേക്ക് ഉപ്പാണ് ആഡ് ചെയ്തത്, പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ടു. പിന്നെ അത് നന്നായിട്ട് മിക്സ് ആയി വരുമ്പോൾ നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് മുളക് പൊടി ഇടുന്നുള്ളൂ, അധികം ഇടുന്നില്ല. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം മറ്റേ പച്ചമണമൊക്കെ പോയതിന് ശേഷമാണ് ടൊമാറ്റോ ആയിട്ട് കൊടുക്കേണ്ടത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക വീണ്ടും. എന്നിട്ട് ഇത് ഞാൻ സൈഡിലേക്ക് ഒന്ന് മാറ്റി വെച്ചിട്ട് ഞാൻ ചെറുതായിട്ട് എണ്ണ ഒഴിച്ചിട്ട് മറ്റേ ഉള്ളി ഒന്നിങ്ങനെ വറുത്തെടുക്കുന്ന പോലെ എടുക്കുന്നത് നമുക്ക് ലാസ്റ്റ് അതിൻ്റെ മേലിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്, ചിക്കൻ്റെ മേലിൽ. ഞാൻ ഈ മിക്സിലേക്കായിട്ട് മിക്സ് ആക്കുന്നില്ല. അപ്പോൾ അതൊന്ന് ആയപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അത് വേറെ പാത്രത്തിലേക്ക് മാറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ മസാല ഒന്ന് സ്പ്രെഡാക്കി വെച്ചതിന് ശേഷം ഈ ചിക്കൻ പീസ് ഫുള്ളിങ്ങനെ വെച്ച് കൊടുക്കാം. അതിൻ്റെ മേലേക്ക് മറ്റേ നമ്മൾ മിക്സിയിൽ അടിച്ചു വെച്ചിരിക്കുന്ന ടൊമാറ്റോയുടെ ആ സംഭവമില്ല, സോസ് പോലത്തെ, അത് അതിൻ്റെ മുകളിൽ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. എല്ലാ ചിക്കനും മുകളിൽ ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു വേപ്പിലൊക്കെ വെച്ച് അതിങ്ങനെ ക്ലോസ് ചെയ്ത് വയ്ക്കാം, മൂടി വയ്ക്കാം.
അപ്പോൾ ആ ആവിയിൽ അത് നന്നായിട്ട് ഇങ്ങനെ ആയിട്ടുണ്ടാവും, നല്ല രസത്തിൽ, നല്ല സ്മെല്ലും ആയിരിക്കും. അപ്പം ഞാനിത് ആദ്യമായിട്ട് ട്രൈ ചെയ്തത്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ മറ്റേ സംഭവം ഇടയിലൊന്നും ഇളക്കി കൊടുത്തില്ല, ഞാൻ ലാസ്റ്റ് നന്നായിട്ടൊന്ന് ആവിയിലിങ്ങനെ നന്നായിട്ട് ഇരുന്നതിന് ശേഷം ഞാൻ ഇളക്കി കൊടുത്തത്, ലാസ്റ്റാണ് ഇളക്കി കൊടുത്തത് കേട്ടോ. സംഭവം അടിപൊളി വന്നിട്ടുണ്ട്, നല്ല സ്മെല്ലും അതുപോലെ തന്നെ എന്താ പറയുക, അത് കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്ന ഒരു പരിവായിരുന്നു. അപ്പോൾ അതൊന്ന് മൂടി വെച്ചു. എന്നിട്ട് നമുക്ക് ഫുഡ് കഴിക്കാം. ഉച്ചയ്ക്കത്തെ ഫുഡിന് വേണ്ടിയാണ് ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കിയത് കേട്ടോ. ചിക്കൻ കറി എന്ന് പറയാൻ പറ്റില്ല, ഒരു ഫ്രൈ ടൈപ്പ് ഒരു സംഭവം. അപ്പം ഞാൻ ഈ ചിക്കൻ ആണെങ്കിൽ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്തു, ഒരു പ്ലേറ്റിലേക്ക് വേറെ മാറ്റി വെച്ച്. ഇപ്പോൾ കാണാൻ നല്ല രസം ഉണ്ടാവുമെന്ന് വെച്ചിട്ട് ഞാൻ അങ്ങനെ മാറ്റി വെച്ചു, ഫോട്ടോ ഒക്കെ എടുക്കാമെന്ന് വെച്ചിട്ട്. എന്നിട്ട് പ്ലേറ്റിലേക്ക് മാറ്റിയതിന് ശേഷമാണ് ഞാൻ മറ്റേ എണ്ണയിൽ മറ്റേ വഴറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ഒനിയനല്ല, ഉള്ളിയില്ലേ, അതിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ കുറേ ഉള്ളി ഞാൻ വെറുതെ ഒന്നും ചെയ്യാണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു, പച്ചുള്ളി, അപ്പോൾ അത് അതിലേക്ക് ഇട്ട് കൊടുത്തു. അപ്പോൾ നല്ല ടേസ്റ്റും നല്ല ഭംഗി ഉണ്ടാവും അങ്ങനെ കടിക്കുമ്പോഴൊക്കെ. പിന്നെ കഴിക്കാനായിട്ട് ചോറും പിന്നെ രാവിലത്തെ കൂർക്കക്കറി ഉണ്ടായിരുന്നു, പിന്നെ പരിപ്പ് കറി ഉണ്ടായിരുന്നു, പിന്നെ ഞാൻ എന്ത് ചെയ്തു, ഗോപിക്ക് അച്ചാർ എടുത്തിട്ടുണ്ടായിരുന്നു, പിന്നെ നമ്മുടെ അടിപൊളി ടൊമാറ്റോ ചിക്കൻ കറി ഉണ്ടായിരുന്നു. ഞാൻ അത് ഇട്ടൊരു പേരാണ്, പക്ഷെ സംഭവം നല്ല ടേസ്റ്റ് ആയിരുന്നു. ആ ടൊമാറ്റോയുടെ ഫ്ലേവറൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളവർക്ക് ഇത് ഇഷ്ടപ്പെടും. എനിക്ക് എന്തായാലും നല്ല ഇഷ്ടപ്പെട്ട്, അമ്മയ്ക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഞങ്ങളെല്ലാവരും കൂടെ പപ്പടമൊക്കെ കൂട്ടി പിന്നെ കൊണ്ടിട്ടമ്പളൊക്കെ കൂട്ടി ഞാൻ ചോറൊക്കെ കഴിച്ചു. ഇതിപ്പോൾ ഞാൻ ഓരോന്നും എനിക്ക് ഇഷ്ടമുള്ള അളവിൽ എടുത്തോണ്ടാണെന്ന് അറിയില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പറയാൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, അമ്മയ്ക്കും നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ അതും കൂട്ടി ഉച്ചയ്ക്ക് നന്നായിട്ട് ചോറ് കഴിക്കുകയും ചെയ്തു. ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ എപ്പോഴെപ്പോഴും ഫുഡ് കഴിക്കാമെന്ന്. എപ്പോഴെപ്പോഴല്ല, നല്ല ഗ്യാപ്പ് ഉണ്ട് ഇതിൻ്റെ ഇടയിലൊക്കെ. അപ്പോൾ ഇപ്പം ഞാനിത് ഈ ചോളം ഇങ്ങനെ ആക്കുന്നത് ഒരു 6 മണി ടൈം ആയിട്ടുണ്ട്. ഞാൻ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചത് 1:30-2 മണി ആ ടൈമിൽ ഞാൻ ഫുഡ് കഴിച്ചിരിക്കുന്നത്. അപ്പോൾ അത് ചോളം വീട്ടിൽ വാങ്ങിച്ചിട്ട് കുറച്ച് ദിവസമായിട്ടുണ്ടായിരുന്നു. അപ്പം അമ്മ ഉണ്ടാക്കി കഴിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞ് ചീത്ത പറഞ്ഞപ്പോഴാണ് ലാസ്റ്റ് ഞാൻ എടുത്ത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അത് അതിൻ്റെ തൊലി ഫുൾ ഇങ്ങനത്തെ സംഭവമില്ല, അത് മുഴുവൻ ഞാനിങ്ങനെ പറിച്ച് കളഞ്ഞ് അതിനെ ഫസ്റ്റ് വൃത്തിയാക്കി വെച്ചു കേട്ടോ, നല്ല ഇതായിട്ട്. എന്നിട്ട് ഞാൻ നന്നായി വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ. പിന്നെ കുക്കർ വെച്ച് കുറച്ച് വെള്ളം ഒഴിച്ചു, അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. പിന്നെ അതിൽ ഉപ്പിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ച്, പിന്നെ നമുക്ക് ഈ വാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ കോണില്ലേ, നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് വെച്ചെടുക്കാം. അപ്പോൾ എനിക്കാണെന്നുണ്ടെങ്കിൽ ഇത്തിരി ലെങ്ത്ത് കൂടിയിട്ട് മറ്റേ കുക്കറിൻ്റെ ഉള്ളിൽ ഇറക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പോയിട്ട് അത് കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ട് അതിനുള്ളിൽ വെച്ചേ. എന്നിട്ട് കുക്കർ അടച്ചു വെച്ചിട്ട് ഒരു 4-5 വിസിൽ വരണമെന്നാണ് അമ്മ പറഞ്ഞത്. അപ്പോൾ അതനുസരിച്ച് ഞാൻ എന്ത് ചെയ്തു, അത് അടച്ചു വെച്ചു. അപ്പോൾ ഒരു 4-5 വിസിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ആവിയൊക്കെ കളഞ്ഞിട്ട് മറ്റേ ഇത് തുറക്കാൻ പോവാണേ. അപ്പോൾ നമ്മുടെ കോൺ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്കത് എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കുക്കറിൽ നിന്ന്. പിന്നെ 2 സ്പൂണൊക്കെ കൊണ്ടുവന്നിട്ട് നല്ല പരിശ്രമത്തിലായിരുന്നു സംഭവം എടുക്കാനായിട്ട്. സംഭവം മറ്റേ ഇങ്ങനെ പിക്ക് ചെയ്യുന്ന സാധനം ഉണ്ടായിരുന്നു, അത് ആ ടൈമിൽ എൻ്റെ കണ്ണിൽ പെട്ടില്ല. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ എന്തൊക്കെയോ കാണിച്ചിട്ടാണ് ആ സംഭവം പുറത്തേക്ക് എടുത്തത്. അപ്പോൾ നമ്മുടെ സാധനം ലാസ്റ്റ് കിട്ടി. എനിക്കാണെങ്കിൽ അതിൽ ഉപ്പും മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് കഴിക്കാനാണ് ഇഷ്ടം. ഞാൻ കുറച്ച് ഉപ്പും സ്പ്രെഡ് ചെയ്ത് പിന്നെ മുളക് പൊടിയൊക്കെ സ്പ്രെഡ് ചെയ്ത് എന്നിട്ടാണ് ഞാൻ കഴിച്ച് നോക്കിയത് കേട്ടോ. അപ്പോൾ നമ്മുടെ കോണൊക്കെ സൂപ്പറായിരുന്നു. എനിക്ക് ഓൾറെഡി കോൺ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അത് ഒറ്റയ്ക്കല്ല, അമ്മയ്ക്കും അച്ഛനൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നേ. പിന്നെ ഞാൻ കോൺ കഴിച്ചിട്ട് കുറേ നാളായിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ കോൺ കഴിച്ചതിന് ശേഷം കുറേ നേരം കഴിഞ്ഞിട്ടാണ് ഞാൻ ഡിന്നർ കഴിച്ചത്. അപ്പോൾ ഡിന്നർ കഴിക്കാൻ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുട്ടും പിന്നെ ഉച്ചയ്ക്കത്തെ ചിക്കൻ കറി ആയിരുന്നു ഉണ്ടായിരുന്നത്, പിന്നെ കൂർക്കുപ്പേരി ഉണ്ടായിരുന്നു ബാക്കി. അപ്പോൾ അതെല്ലാം കൂട്ടിയിട്ടാണ് ഞാൻ കഴിച്ചത്. പിന്നെ ഞാൻ മുമ്പ് ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കും ഫ്രിഡ്ജിലുണ്ടായിരുന്നേ. ഞാൻ ചേച്ചി ഒരുമിച്ചാണ് കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. കേക്കിൻ്റെ വീഡിയോ ഓൾറെഡി ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വാട്ടർ ഈറ്റിൻ്റെ വീഡിയോ അവസാനിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ദിവസം കഴിച്ചത്. എന്നും ഇതേപോലെ ഒന്നും ആയിരിക്കില്ല, ഇത്രയൊക്കെയാണ് ഞാൻ അന്ന് കഴിച്ചത്. കൂടെ ഞാൻ ഉണ്ടാക്കിയ മറ്റേ ചിക്കൻ കറി അടിപൊളിയായിരുന്നു, അത് നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ അത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.